ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ പി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എ ട്രാൻസ്പോസ് എന്തായിരിക്കും, -A ആയിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ പിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. എന്താണ് ഓപ്ഷൻ ഡി, p² - p+1 ആണ്. p² - p+1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? There are 4 lectures and 4 addressed envelopes. In how many ways these lectures can be put into 4 envelopes so that only 3 lectures go into correct envelope? Okay, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ദർ ആർ 4 ലെറ്റേഴ്സ് ആൻഡ് 4 അഡ്രസ്ഡ് എൻവലപ്പ്. അപ്പം 4 ലെറ്റേഴ്സും ഉണ്ട്, 4 അഡ്രസ്സുകൾ എഴുതിയിട്ടുള്ള എൻവലപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വേസ് ദീസ് ലെറ്റേഴ്സ് ക്യാൻ വി പുട്ട് ഇൻ ടു ഇറ്റ്, അതായത് എത്ര തരത്തിൽ നമുക്ക് ഈ ലെറ്റേഴ്സിനെ ഈ പറഞ്ഞ അഡ്രസ്സുള്ള എൻവലപ്പിലേക്ക് ഇടാം. പിന്നെന്താ പറയുന്നത്, 4 എൻവലപ്സിലേക്ക് ഇടാം സോ ദാറ്റ് ഓൺലി 3 ലെറ്റേഴ്സ് ഗോസ് ഇൻ ടു കറക്റ്റ് എൻവലപ്പ്. അപ്പോൾ ഏതാ കേസ്? 3 ലെറ്റേഴ്സ് കറക്റ്റ് എൻവലപ്പിലേക്ക് പോകുന്ന രീതിയിൽ എത്ര തരത്തിലിടാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 3 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഗോ ടു എന്താണ്, കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചറിഞ്ഞൂടെ, 3 ലെറ്റർ, മൊത്തം 4 ലെറ്റർ ബോക്സുകളാണുള്ളത് അല്ലേ. 4 ലെറ്റർ ബോക്സുകളുണ്ട്, 4 ലെറ്ററുകളും ഉണ്ട്. ഓക്കെ, ഓരോന്നും പോയിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തേക്കാണ്. അതായത് ഇത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അവസാനമുള്ള ഈ ഒരു ലെറ്റർ പോകേണ്ടത് എന്തായാലും എന്തിലേക്കായിരിക്കും? ആ 4th എൻവലപ്പിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ, വേറൊരു എക്സ്ട്രാ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു വേ ഇല്ല. എന്തില്ല, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേയിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്, 0 ആണ്. ഓക്കെ, 3 കറക്റ്റ് പോയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട്, എൻവലപ്സ് 4 envelopes സോ ദാറ്റ് ഓൺലി 3 ലെറ്റേഴ്സ് ഗോ ഇൻ ടു കറക്റ്റ്. എത്ര? 4 3 കറക്റ്റിൽ പോകാൻ പാടില്ല. അതിനർത്ഥം എന്താ, 4ാമത്തത് എന്തായിരിക്കും, കറക്റ്റായിട്ടുള്ള എൻവലപ്പിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് 2 ക്വസ്റ്റ്യനാണ്. അതിന് മുന്നേ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ലോജിക്കൽ റീസണിങ് ആണ്. എന്താണ് ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ അതേ ഉള്ളൂ. അതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, PQRST UV and W. എത്ര ആളുണ്ട്? 1 2 3 4 5 6 7 8 പേരാട്ടോ. 8 ഫ്രണ്ട്സ് ആണ്. ആർ സിറ്റിംഗ് എറൗണ്ട് എ സർക്കിൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സർക്കിളിന് ചുറ്റും 8 ഫ്രണ്ട്സ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വി ഈസ് 3rd ടു ദ റൈറ്റ് ഓഫ് Q ആൻഡ് 2nd ടു ദ ലെഫ്റ്റ് ഓഫ് R. പിന്നെ എന്താ പറയുന്നുണ്ട്, Q ഈസ് 2nd ടു ദ ലെഫ്റ്റ് ഓഫ് T ആൻഡ് ഇമീഡിയറ്റ് റൈറ്റ് ടു S. പിന്നെ എന്തുണ്ട്, U ഈസ് ബിറ്റ്വീൻ Q ആൻഡ് T, P ഈസ് നോട്ട് ലെഫ്റ്റ് ഓഫ് R. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഇതാണ്, ഹു ഈസ് എക്സാക്ട്ലി ലെഫ്റ്റ് ഓഫ് S, ഹു ഈസ് 2nd ടു ദ റൈറ്റ് ഓഫ് T. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞിട്ടുള്ള സാധനം തന്നെ അതിനെ പിക്ചറായിട്ട് നമുക്ക് വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ 8 ഫ്രണ്ട്സാണുള്ളത് പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ എണ്ണിയില്ലേ, 8 പേരാണ്. 8 പേര്. ഓക്കെ, 8 പേര് നോക്കാം. ഈ 8 പേരെ നമുക്കൊന്ന് കറക്റ്റ് ഈ പറഞ്ഞ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഓക്കെ, പറഞ്ഞത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്താണ്, 8 പേരുണ്ട്. 8 പേർക്കുള്ള പൊസിഷൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് അറൗണ്ട് എ സർക്കിൾ ഫേസിങ് ടു ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്നത് സെൻറ്ററിലേക്കാണ്. അതെന്തിനാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് അയാളുടെ റൈറ്റ് സൈഡ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അല്ലേ. ചിന്തിച്ച് നോക്കുക, നമ്മൾ സെൻറ്ററിലേക്ക് ഇരിക്കുന്ന സമയത്ത് റൈറ്റ് എന്ന് പറയുന്നത് സൈഡായിരിക്കും ലെഫ്റ്റ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ റൈറ്റ് ഈ സൈഡായിരിക്കും ലെഫ്റ്റ് ഈ സൈഡായിരിക്കും. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ,
ഇനി എന്താ പറയുന്നത്, വി ആർ സിറ്റിംഗ് അറൗണ്ട് എന്താണ് സർക്കിൾ. ഓക്കെ. വി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. അതായത് ക്യൂ എവിടെയോ ഉണ്ട് അല്ലേ. ക്യൂവിൻ്റെ തേർഡ് ടു ദ റൈറ്റ് ആണ് വി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ക്യൂവിനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്താ പറഞ്ഞത്, വി എന്ന് പറയുന്നത് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. തേർഡ് ടു ദ റൈറ്റ്, ക്യൂവിൻ്റെ റൈറ്റ് ഇങ്ങോട്ടല്ലേ. ക്യൂവിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. റൈറ്റിലേക്ക് മൂന്നാമതാണ്. എന്ന് പറയുമ്പോൾ 1 2 3 ഇവിടെയാണ് വി ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. എന്താണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. വി ഇരിക്കുന്നത് 6 എവിടെയുണ്ട്, 6ൻ്റെ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ പോകുന്നത് അല്ലേ. ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൻ്റെ റൈറ്റിൽ നിന്ന് രണ്ടാമതായിരിക്കും 6. മനസ്സിലായോ? അതായത് വീൻ്റെ റൈറ്റിൽ നിന്ന് രണ്ടാമത് പറയുമ്പോൾ 1 2 അല്ലേ, 1 2. ഇവിടെ 6നെ കൊടുത്താൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? അതായത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. 6 ഇവിടെ ഉണ്ട്, 6 ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, 6ൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടാണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് 1 2 അതാണ് വി. അപ്പോൾ 6ൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരിക. 6ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. ഓക്കെ, 3 പേരെ സെറ്റ് ചെയ്തു. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, ക്യൂ ഈസ് ഇവിടെ എന്താണ് അടുത്തത് പറയുന്നത്, എന്താ ക്യൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ക്യൂ എന്ന് പറഞ്ഞത് ടിയുടെ സെക്കൻഡ് ലെഫ്റ്റാണ്. ക്യൂ എന്ന് പറയുന്നത് ടിയുടെ സെക്കൻഡ് ലെഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ടി ഇല്ല, ക്യൂ ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ തിരിച്ചെടുത്താൽ മതി, സെക്കൻഡ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ സെക്കൻഡ് റൈറ്റ് 1 2. അപ്പോൾ ഇവിടെയാണ് റൈറ്റ് വരുന്നത്. അപ്പോൾ ഈ റൈറ്റിൽ നിന്നിട്ട് ഈ റൈറ്റിൽ ആരാന്ന് പറഞ്ഞാൽ ടി ആണ്. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്, ക്യൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. അപ്പോൾ ടി ഇതാണ്, ടീൻ്റെ ലെഫ്റ്റ്. ടി ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് 1 2 അതാണ് ക്യൂ. അപ്പോൾ ടി എന്ന് വരുന്നത് ഇവിടെയാണ്, അതും മനസ്സിലായി. ടി എന്ന് പറയുന്നത് ഇവിടെയാണ്, മനസ്സിലായി. ഓക്കെ, റെഡി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനി ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ട് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്, അത് ക്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ക്യൂ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. എന്താണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. അതുപോലെ തന്നെ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. അപ്പോൾ റൈറ്റ് പോകുന്നത് ഇങ്ങോട്ടല്ലേ. ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ്. ലെഫ്റ്റ് ഇങ്ങോട്ടാണ് അല്ലേ, ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇമീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും എസ്. റെഡി. ഇനി എന്താ പറയുന്നത്, യു ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടി. ക്യൂവിൻ്റെയും ക്യൂ ഇവിടെ ഉണ്ട്, ടീൻ്റെയും ഇടയ്ക്കാണ് യു. അപ്പോൾ അതും കിട്ടി. യു എവിടെയാണ്, ക്യൂവിൻ്റെയും ടീൻ്റെ ഇടയ്ക്കാണ്, ഇവിടെയാണ് യു എന്ന് വരുന്നത്. ഓക്കെ, ഇനി പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്, പി ഈസ് നോട്ട് ലെഫ്റ്റ് ഓഫ് ആർ. എന്താണ്, പി ഈസ് നോട്ട് ലെഫ്റ്റ് ഓഫ് ആർ. ആറിൻ്റെ ലെഫ്റ്റ് അല്ല പി. ആറിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ അല്ലേ, ഇതാണ് ആറിൻ്റെ ലെഫ്റ്റ്, ഇത് പി അല്ല. അപ്പോൾ ആറിൻ്റെ ലെഫ്റ്റ് പി അല്ലെങ്കിൽ ഇനി പിക്ക് വരാനുള്ള സ്ഥലം എവിടെയുള്ളൂ, ഇവിടെയുള്ളൂ. ഈ ഒരു പൊസിഷൻ മാത്രമേ വാക്കൻ്റ് ആയിട്ടുള്ളൂ, പി ഇവിടെയാണ് വരുന്നത്. റെഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ വരിക, ബാക്കി ഇതിൽ ആരാ ഇല്ലാത്തത്, പി ഉണ്ട്, ക്യൂ ഉണ്ട്, പി ക്യൂ ആർ എസ് ടി യു വി, ഡബ്ല്യു ആണുള്ളത് അല്ലേ. അപ്പോൾ ഡബ്ല്യു ആയിരിക്കും ഇവിടെ വരിക. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്കറിയുന്ന രീതിയിൽ മാറ്റി എഴുതേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ അടുത്ത 2 ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഹൂ ഈസ് എക്സാക്ട്ലി ലെഫ്റ്റ് ഓഫ് എസ്. എസ് ഇവിടെ ഉണ്ട്, എസ് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എസ്സിൻ്റെ ഇമീഡിയറ്റ് അല്ലെങ്കിൽ എന്താ ചോദിച്ചത്, എക്സാക്ട് ലെഫ്റ്റിൽ ആരാ ഉള്ളത്, പി അല്ലേടാ, പി അല്ലേ. ഈസി ആയിട്ട് നമുക്ക് പറയാം അത് പി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടി. ടി ഇവിടെ ഉണ്ട്, ടി ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ടീൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, റൈറ്റ് ഇങ്ങോട്ടാണ്. സെക്കൻഡ് ടു ദ റൈറ്റ്, എന്താണ് സെക്കൻഡ് ടു ദ റൈറ്റ്. അപ്പോൾ ടീൻ്റെ ഫസ്റ്റ് റൈറ്റ് ഇയാളാണ്, സെക്കൻഡ് റൈറ്റിൽ നിൽക്കുന്നത്, അതായത് രണ്ടാമതായിട്ട് നിൽക്കുന്നത് റൈറ്റിൽ. ഒന്നാമത് വി, രണ്ടാമത് ഡബ്ല്യു. അപ്പോൾ ആരാണ് ഡബ്ല്യു ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പീസസ് ഓഫ് എ ക്യൂബ് ക്യാൻ ബി കട്ട് യൂസിങ് 8 കട്ട്? 8 കട്ട് യൂസ് ചെയ്ത് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പീസസ് എ ക്യൂബ് ക്യാൻ ബി കട്ട് യൂസിങ് 8 കട്ട്. അപ്പോൾ 8 കട്ടിന് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റുക? 8 കട്ടിനെ സ്പ്ലിറ്റ് ചെയ്തു 3 കട്ട് 3 കട്ട് 3 കട്ട് 2 3 കട്ട്, അപ്പോൾ എത്ര 6 ആയില്ലേ? പിന്നെ ഒരു 2 കട്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് എന്ന കാര്യങ്ങളാട്ടോ ഈ പറയുന്നത്. 3 കട്ട് എന്ന് പറഞ്ഞാൽ 3 കട്ടാക്കി കഴിഞ്ഞാൽ എത്ര പീസ് ഉണ്ടാവും? 4 പീസ്. അടുത്ത 3 കട്ട് 4 പീസ്. അടുത്ത 2 കട്ട് 3 പീസ്. അങ്ങനെയാണെങ്കിൽ 4 × 4 × 3 16 × 3 30 18 48. ഇതാണ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ് ആൻഡ് ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 6:15? 6:15 PM ആകുന്ന സമയത്തുള്ള ക്ലോക്കിലെ ആംഗിൾ എത്രയാണ്? ക്ലോക്കിലെ ആംഗിളുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്ലോക്കിലെ ആംഗിൾ എങ്ങനെയാണ് ക്ലോക്കിലെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ക്ലോക്ക് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. ഒന്നുമില്ല, ഇത്രേ പറയുന്നുള്ളൂ. നമുക്ക് ആ ഒരു കേസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് നോർമൽ കേസിൽ ഒരു ക്ലോക്കിലെ ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ടൈമിൽ ആംഗിൾ, ഇപ്പോൾ ഇത് ഏതാ സമയം? ഇപ്പോൾ ഇത് 3 മണിയാണെന്ന് വിചാരിക്കുക. 3 മണിയാണെന്ന് വിചാരിക്കുക. 3 മണി എന്ന് പറയുമ്പോൾ മാത്രമേ ഇവിടെ 90 ഡിഗ്രി ഉള്ളൂ. ഓക്കെ, 90 ഡിഗ്രി. 3:05 ആവുന്ന സമയത്ത്, അപ്പോൾ ഇത് പോയിട്ടോ, 3:05 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 3:05 3:10 ആവുന്ന സമയത്ത് ഒരിക്കലും ഈ നമ്മുടെ വലിയ സൂചി ഉണ്ടല്ലോ, അതായത് ഹവറിനെ ഡിനോട്ട് ചെയ്യുന്ന സൂചി ഒരിക്കലും 3-ൽ സ്റ്റേ ചെയ്യില്ല. അതായത് 3-ൽ നിൽക്കില്ല. 3 കഴിഞ്ഞ് 4-ലേക്ക് ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ടാവും? പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. 4-ലേക്ക് പതുക്കെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും? വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഇടയിലേക്ക് കുറച്ച് എത്രയോ ഒരു മെഷർമെൻറ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? മൂവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതറിയില്ലെങ്കിൽ അത് നോക്കുക. ജസ്റ്റ് അതിൽ നമുക്ക് ഇപ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഹവർ സൂചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ സൂചി എത്രയാണ് ഓടുന്നത്? 0.5 ഡിഗ്രി പെർ മിനിറ്റ് ആണ്. 0.5 ഡിഗ്രി. ഇനി മിനിറ്റ് ആണെങ്കിലോ, മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി പെർ മിനിറ്റ് ആണ്. മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. ഈ 2 കാര്യങ്ങളാണ് അതിൽ ആലോചിച്ച് ഇരിക്കേണ്ടതുള്ളൂ. അതിലിപ്പോൾ മിനിറ്റ് സൂചിൻ്റെ കാര്യം ഇവിടെ വേണ്ട, കാരണം ഇവിടെ തന്നിരിക്കുന്ന സമയത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര പറഞ്ഞിട്ടുള്ളത്? ആദ്യം തന്നെ നമുക്ക് തന്ന സമയം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, വരയ്ക്കുക. 6:15 എന്ന് പറയുന്നത് കേട്ടോ, 6:15. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 6:15. ഇതാ ഇങ്ങനെയല്ലേ വരിക? 6:15 ഇങ്ങനെ ജസ്റ്റ് ഒരു വരച്ചാൽ മതി. 6:15. അപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കറക്റ്റ് എവിടെ വരില്ല. അതായത് ഇവിടെ ഇപ്പോൾ 12 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 9 ആണ്. കറക്റ്റ് 6-ലായിരിക്കില്ല എന്തുണ്ടാവുക? നമ്മുടെ ഈ ഒരു അവർ സൂചി ഉണ്ടാവും. അത് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ കുറച്ച് മൂവ് ചെയ്തത് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് മൂവ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ അതൊരു റെഡ് കൊണ്ട് വരയ്ക്കാം. റെഡ് ഏതെങ്കിലും ഒരു കളർ മാറ്റി വരയ്ക്കാം. അതായത് കുറച്ച് അത് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ കുറച്ച് മൂവ് ചെയ്ത ആംഗിളാണ് നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത്. ഇതല്ല നമുക്ക് വേണ്ട ആംഗിൾ. ഈ ആംഗിൾ എത്രയാണ്? ഇത് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? കറക്റ്റ് 3-ലും 6-ലും ആണെങ്കിൽ ഈ ആംഗിൾ കറക്റ്റ് എത്രയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയാണ് വേണ്ടത്? 90 ഡിഗ്രീനേക്കാളും കുറച്ചും കൂടി കൂടും. കാരണം ഈ ലൈനല്ല നമ്മൾ കൺസിഡർ ചെയ്യുക. 6-ൽ നിന്ന് സൂചി എത്ര പോകുന്നുണ്ടാവും? ഇത്രയും കൂടി പോകുന്നുണ്ടാവും. അത് എത്ര പോകുന്നു, അല്ലെങ്കിൽ ഈ ഡിഗ്രി എത്രയാണെന്നാണ് നമുക്കറിയണത്. അപ്പോൾ നമുക്കറിയാം നോർമലി അവിടെ എന്തുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആ 90 ഡിഗ്രീനോട് കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതെത്ര ഉണ്ട്? 90 ഡിഗ്രി ഇതുണ്ട്. അപ്പോൾ 90 ഡിഗ്രി പ്ലസ്, ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര സൂചി എത്ര മൂവ് ചെയ്തിട്ടുണ്ട്? അത് മൂവ് ചെയ്യാൻ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഒരു മിനിറ്റിന് 0.5 ഡിഗ്രി. അപ്പോൾ ഇത് ടോട്ടൽ എത്ര മിനിറ്റ് ഇവിടുന്ന് പോന്നിട്ടുണ്ട്? 12-ൽ നിന്ന് എത്ര മിനിറ്റ് പോന്നിട്ടുണ്ട്? 15 മിനിറ്റ്. എത്ര? 15 മിനിറ്റ്. 12-ൽ നിന്ന് ഈ മിനിറ്റ് സൂചി എത്ര പോന്നിട്ടുണ്ട്? 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് പോന്നിട്ടുണ്ട് ഇൻറ്റു 0.5 which is equal to 7.5 അല്ലേ?
ആ 7.5 എന്ത് ചെയ്യുക, ഇതിനോട് കൂടെ കൂട്ടുക, 7.5 ഇതിൽ കൂടെ, അപ്പം 97.5 ഡിഗ്രി ആയിരിക്കും ഇതിന് ആൻസർ. റെഡി? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഇഫ് ദ കലണ്ടർ ഓഫ് 1996 AD ഈസ് കെപ്റ്റ് സേഫ്, വിച്ച് ഇയർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ? 1996 ഒരു ഡയറി അല്ല, കലണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. കലണ്ടർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല്ലമാണ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മനസ്സിലാക്കണം? 1996 ഒരു ലീപ്പ് ഇയർ ആണോ? ലീപ്പ് ഇയറിൻ്റെ കേസിൽ ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, 1996 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ? അതെ, അതെന്താണ്? ലീപ്പ് ഇയർ ആണ്. ഈ ലീപ്പ് ഇയറിനൊരു പ്രത്യേകത ഉണ്ട്. 28 ഇയേഴ്സ് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. 28 ഇയേഴ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് റിപ്പീറ്റ് ചെയ്യും. എന്താണ്? ആഫ്റ്റർ 28 ഇയേഴ്സ് ഇതെന്ത് ചെയ്യും? വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. 28 വർഷത്തിന് ശേഷം എന്തായിരിക്കും? ആ പറഞ്ഞിട്ടുള്ള സെയിം ഡേറ്റ്സും മന്തും, അതായത് അത് വരുന്ന സെയിം ആയിട്ടുള്ള കലണ്ടർ ആയിരിക്കും 28 വർഷത്തിന് ശേഷം വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അത് നോക്കിയാൽ മതി. എന്താണ്? 1996 + 28 4 വരും. 923 202 ഇത് വരും. 2024 AD. ഓക്കെ, ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? MNOP 4 ആളാണുള്ളത്. N ഉണ്ട്. ഓക്കെ, 4 ആളുള്ളത്. MNOP N ഈസ് ഹെവിയർ ദാൻ M. N എന്ന് പറയുന്നത് എമ്മും പറയേണ്ടത് പോലെ തന്നെ ഓയും ഉണ്ടല്ലേ. N എന്ന് പറയുന്നത് എമ്മിനേക്കാളും എന്നിനേക്കാളും ഹെവിയർ ആണ്. അപ്പോൾ ഹെവിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹെവിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ M ആൻഡ് O. പിന്നെ പറയുന്നുണ്ട് അടുത്തത് ടോളറിൻ്റെ കാര്യം പറയുന്നത്. ടോളറിൻ്റെ കാര്യം ഇവിടെ ടോളർ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ബട്ട് O ഈസ് ടോളർ ദാൻ N. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? O ടോളർ ദാൻ N ആണ്. P ഈസ് നോട്ട് എസ് ടോൾ എസ് O. ഓൻ്റെ അത്ര ടോളല്ല P. ഓൻ്റെ അത്ര ടോളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനേക്കാൾ ചെറുതാണ് P. ഓക്കെ, വൈൽ M ഈസ് ദ ഷോർട്ടസ്റ്റ്. M ആണ് ചെറുത്, അപ്പോൾ അതിലും ചെറുതാണ് M എന്ന് പറയുന്നത് അല്ലേ. M അതിലും ചെറുതാണ്. O ഈസ് നോട്ട് ദ ഹെവിയസ്റ്റ് M. O എന്ന് പറയുന്നത് എമ്മിന് അത്ര ഹെവി അല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? N ഗ്രേറ്റർ ദാൻ M എമ്മിന് അത്ര ഹെവി അല്ല O. അപ്പോൾ M ആണ് ഹെവി. ആ ഒരു കാര്യം ഇവിടെ മനസ്സിലായി. ഓക്കെ, ഇനി P ഈസ് ഹെവിയർ ദാൻ N. എന്നേക്കാൾ വലുതാണ് P. അപ്പോൾ P ഈസ് ഹെവിയർ ദാൻ N എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ N ഹെവിയർ ദാൻ MNO ഇങ്ങനെയാവും. അയ്യോ, എഴുതിയത് തെറ്റിപ്പോയി. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? P ഈസ് ഹെവിയർ ദാൻ N. എന്നേക്കാൾ വലുതാണ് P. അപ്പോൾ P ഗ്രേറ്റർ ദാൻ N ആണ്. N ഗ്രേറ്റർ ദാൻ എന്താ? M ആണ്. M ഗ്രേറ്റർ ദാൻ എന്താ? O ആണ്. ചോദ്യം എന്താ? ഹൂ ഈസ് ഹെവിയസ്റ്റ്? ആരാണ് ഹെവിയസ്റ്റ്? ഹെവിയസ്റ്റ് കിട്ടിയില്ലേ? P ആണ് ഹെവിയസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അത്തരത്തിലുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ട് ക്വസ്റ്റ്യൻ, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, വായിക്കുക, ആൻസർ ചെയ്യുക. ഓക്കെ, സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. ഓക്കെ, ഡോക്ടർ രാമൻ, ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ ബോസ്, ഡോക്ടർ സുൽഫി, ഡോക്ടർ ജോർജ് ആർ പ്രൊഫസർ who teaches 5 different subjects. ഏതൊക്കെയാണ് സബ്ജക്റ്റ്? സുവോളജി, ഫിസിക്സ്, ബോട്ടണി, ജിയോളജി, ഹിസ്റ്ററി. ഓക്കെ, ഇൻ 4 യൂണിവേഴ്സിറ്റി: ഡൽഹി, ഗുജറാത്ത്, ബോംബെ, കൽക്കത്ത. ഇനി ഡോക്ടർ സുൽഫി ടീച്ചേഴ്സ് സുവോളജി ഇൻ ബോംബെ യൂണിവേഴ്സിറ്റി. ഡോക്ടർ ബോസ് നെയ്തർ ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി നോർ ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി, ആൻഡ് ഹീ നെയ്തർ ടീച്ചേഴ്സ്
എന്താണ് ജിയോളജി നോർ ഹിസ്റ്ററി. ഇനി അടുത്ത ആളെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഡോക്ടർ ജോർജ് ടീച്ചേഴ്സ് ഫിസിക്സ് ബട്ട് നെയ്തർ ഇൻ ബോംബെ യൂണിവേഴ്സിറ്റി നോർ ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി. ഡോക്ടർ രാമൻ ടീച്ചേഴ്സ് ഹിസ്റ്ററി ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി. 2 പ്രൊഫസേഴ്സ് ആർ ഫ്രം ഗുജറാത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തേനേക്കാളും കുറച്ചും കൂടി ഒന്ന് കോംപ്ലക്സ് ആണ്, നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഓരോന്നിനെയും അതിൻ്റെ തുടക്കമുള്ള ലെറ്റർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡോക്ടർ ഓരോരുത്തരുടെ കേസിൽ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് പറഞ്ഞതാണ്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനറലായിട്ട് പറഞ്ഞതാണ്. 5 ഡോക്ടേഴ്സ് ഉണ്ട്, അവർ 5 ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ 4 യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡീറ്റെയിൽസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓരോ ഡോക്ടേഴ്സിനെ എഴുതാം. സുൽഫി നമുക്ക് എസ് വെച്ചിട്ട് എഴുതാം. എസ് എന്ന് പറയുന്നത് സുൽഫി എന്ന് പറഞ്ഞ ഡോക്ടറാണ്. എന്താ പഠിപ്പിക്കുന്നത്? സുവോളജിയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു, ബോംബെയിലാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഫിക്സാണ്, എല്ലാ കംപ്ലീറ്റ് ഡാറ്റയും കിട്ടുന്നുണ്ട്. അടുത്തൊരു ഡോക്ടർ ബോസിൻ്റെ കേസാണ്. ഡോക്ടർ ബോസ് ഈസ് നൈദർ ഇൻ കൽക്കട്ട. അപ്പോൾ ബോസിനെ ഞാൻ എടുത്ത് എഴുതി. ബോസ് കൽക്കത്തയിലുമല്ല നോർ ഇൻ ഡൽഹി. കൽക്കത്തയിലുമല്ല ഡൽഹിയിലുമല്ല. ബോസ് എന്ന് പറയുന്നത് കൽക്കത്തയിലുമല്ല ഡൽഹിയിലുമല്ല. അപ്പോൾ ഡൽഹിയുമല്ല കൽക്കത്തയല്ല. പിന്നുള്ള ഓപ്ഷൻ എന്താ? ഒന്നെങ്കിൽ ബോംബെയിലായിരിക്കും, അല്ലെങ്കിൽ ഗുജറാത്ത് ആയിരിക്കും. ബോംബെ അല്ലെങ്കിൽ ഗുജറാത്ത് ആയിരിക്കും അല്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? കൽക്കത്തയിലും അല്ല ഡൽഹിയിലും അല്ല. അപ്പോൾ എവിടെയായിരിക്കും? ഒന്നെങ്കിൽ ബോംബെ ആയിരിക്കും, അല്ലെങ്കിൽ ഗുജറാത്ത് ആയിരിക്കും. ഇനി അടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഡോക്ടർ ബോസ് നെയ്തർ ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി നോർ ഇൻ ഡൽഹി. ഡൽഹിയിലും അല്ല കൽക്കത്തയിലും അല്ല. ബോംബെ അല്ലെങ്കിൽ ഗുജറാത്ത്. ബി ഓർ ജി എന്നിട്ടിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹീസ് നെയ്തർ ടീച്ചേഴ്സ് ജിയോളജി നോർ ഹിസ്റ്ററി. ജിയോളജി അല്ല, ഹിസ്റ്ററി അല്ല. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക്? ജിയോളജി അല്ല, ഹിസ്റ്ററി അല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ഏതാ പഠിപ്പിക്കാൻ സാധ്യതയുള്ളൂ? ഈ പറഞ്ഞ 3 എണ്ണത്തിലെ ഒന്നേതിലേ പഠിപ്പിക്കുകയുള്ളൂ. അതിൽ സുവോളജി ഓൾറെഡി ആരെടുത്തിട്ടുണ്ട്? ആര് പഠിപ്പിക്കുന്നുണ്ട്? സുൽഫി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്സും ബോട്ടണിയേ ഉള്ളൂ. എന്തുള്ളൂ? ഫിസിക്സും ബോട്ടണിയെ സാധ്യതയുള്ളൂ. ഫിസിക്സും ബോട്ടണിയെ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഫിസിക്സ് ഓർ ബോട്ടണി അല്ലേ? ഫിസിക്സ് ഓർ ബോട്ടണി. ഓക്കെ, റെഡി. ഓക്കെ, നമ്മൾ ആദ്യം ഇത് എന്തൊക്കെയാണ്? ഇത് നെയിമാണ്, ഇത് സബ്ജക്റ്റാണ്, ഇത് സബ്ജക്റ്റാണ്, ഇത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് മാറ്റണം. ഇത് സുവോളജിയും ഇത് ബോംബെ യൂണിവേഴ്സിറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് അങ്ങോട്ടും കൊണ്ട് സ്വാപ്പ് ചെയ്യണം. ഓക്കെ, റെഡി. അതായത് ബോസ് എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ സാധ്യതയുള്ളതൊന്ന് ഫിസിക്സ് അല്ലെങ്കിൽ ബോട്ടണിയാണ്. ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ ഏതാണുള്ളത്? ബോംബെ അല്ലെങ്കിൽ ഗുജറാത്ത്. ഓക്കെ, അടുത്ത ഡാറ്റ നോക്കാം. എന്താ പറയുന്നത്? ഡോക്ടർ ജോർജിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോർജ് എന്താ? ജോർജ് ടീച്ചേഴ്സ് ഫിസിക്സ്. ജോർജ് ഫിസിക്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ഫിസിക്സാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടുത്തെ ഈ ഫിസിക്സ് നമുക്ക് ഒഴിവാക്കാം അല്ലേ? ഇവിടുത്തെ ഈ ഫിസിക്സ് ഒഴിവാക്കാം. ഇയാൾ എന്താ പഠിപ്പിക്കുന്നത്? ഇയാൾ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? ബി എന്ന ബോട്ടണി. ജോർജ് ടീച്ചേഴ്സ് ഫിസിക്സ് ബട്ട് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നെയ്തർ ഇൻ ബോംബെ യൂണിവേഴ്സിറ്റി നോർ ഇൻ കൽക്കത്ത. ബോംബെയിലുമല്ല കൽക്കത്തയിലുമല്ല. അപ്പോൾ അവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ബോംബെയുമല്ല കൽക്കത്തയുമല്ല. ബോംബെ അല്ല, കൽക്കത്തയല്ല. നമുക്കുള്ളത് ഡൽഹി അല്ലെങ്കിൽ ഗുജറാത്ത്. ഓക്കെ, അടുത്ത ആൾ ആരാ പറയുന്നത്? ഡോക്ടർ ജോർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ,
ഡോക്ടർ രാമനാണ് അടുത്ത് വരുന്നത്. രാമൻ എന്താ പറയുന്നത്? രാമൻ ടീച്ചർ ഹിസ്റ്ററി ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി. ഓക്കെ, ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഇനി പറയാത്തൊരാളുണ്ട്. അതാരാ? അത് ഡേവിഡാണ്. ഡേവിഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഡേവിഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡേവിഡിനെ കുറിച്ച് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. സുവോളജി പഠിപ്പിക്കാൻ ആളായി, ഫിസിക്സ് പഠിപ്പിക്കാനും ആളായി, ബോട്ടണി പഠിപ്പിക്കാനും ആളായി, ഹിസ്റ്ററി പഠിപ്പിക്കാനും ആളായി, ജിയോളജി പഠിപ്പിക്കാൻ ആളായിട്ടില്ല. വിച്ച് മീൻസ് ഡേവിഡ് പഠിപ്പിക്കുന്നത് എന്താ? ജിയോളജിയാണ് ഡേവിഡ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് നമുക്കതിന് മനസ്സിലാവുന്നൊരു കാര്യമാണ് അല്ലേ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 പ്രൊഫസേഴ്സ് ഫ്രം ഗുജറാത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് യൂണിവേഴ്സിറ്റി എന്ന 2 പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഗുജറാത്തിലിപ്പോൾ സാധ്യത ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ രാമൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു ഇതുണ്ട്. 2 പേര് എവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ട്? ഗുജറാത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അവിടെ നമുക്കത് മനസ്സിലാക്കണം, 2 പേര് ഗുജറാത്തിലാണെന്നുള്ള കാര്യം. അപ്പോൾ ക്വസ്റ്റ്യന് ഒന്ന് നോക്ക്. ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ, ഹൂ ടീച്ചേഴ്സ് ജിയോളജി? കിട്ടിയില്ലേ? ജിയോളജി ആരാണ് പഠിപ്പിക്കുന്നത്? ജിയോളജി പഠിപ്പിക്കുന്നത് ഡേവിഡാണ്. നേരെ നമുക്ക് ആൻസറിൽ എഴുതണം, ഡേവിഡാണ്. ഇനി നമുക്ക് എന്താ വേണ്ടു? ഡോക്ടർ ജോർജ് ടീച്ചേഴ്സ് ഇൻ വിച്ച് യൂണിവേഴ്സിറ്റി? ജോർജ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ജോർജിന് 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഡൽഹിയും ഒന്ന് ഗുജറാത്തും. പക്ഷേ ഡൽഹി ആര് പഠിപ്പിക്കുന്നുണ്ട്? രാമൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് ഇതിലാണ്, ജോർജ് ഗുജറാത്തിലാവാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എല്ലാ ഡാറ്റകളും കണ്ടുപിടിച്ച സമയം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിലേക്ക് എത്താനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ലോജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കാം. ഡേവിഡ് വാക്സ് 10 കിലോമീറ്റർ നോർത്ത് ഫ്രം ഹൗസ് ആൻഡ് ടേക്സ് റൈറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എഴുതി പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഐഡിയ വേണ്ട എന്താ? നോർത്ത് എവിടെ, സൗത്ത് എവിടെ, ഈസ്റ്റ് എവിടെ, വെസ്റ്റ് എവിടെ എന്നുള്ളൊരു കാര്യം ആദ്യം അറിയണമെന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്താ പറയുന്നത്. ഇപ്പോൾ നമുക്കിതെടുക്കാം. ഈ പോയിൻ്റാണ് നമ്മുടെ എന്താ പറയുന്നത്, ഡേവിഡ് വാക്സ് 10 കിലോമീറ്റർ നോർത്ത് ഫ്രം ഹൗസ്. ഇതാണ് അയാളുടെ വീട് എന്ന് വിചാരിക്കുക. ഇതാണ് അയാളുടെ വീട്. ഓക്കെ, ഒരു പോയിൻ്റ് കൊടുക്കുകയാണ്, അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഒരു പോയിൻ്റ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് 10 കിലോമീറ്റർ നോർത്തിലേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? മുകളിലേക്കാണ്. എത്ര കിലോമീറ്ററാണ്? 10 കിലോമീറ്റർ. അതിനുശേഷം എന്താ പറയുക, റൈറ്റിലേക്ക് 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, അപ്പോൾ 10 കിലോമീറ്റർ അത്രയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 കിലോമീറ്റർ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ഒരു 5 കിലോമീറ്റർ നടന്നു പോരെ, ഏകദേശം എന്ന് വരച്ചാൽ മതി. ഇത്ര 5 കിലോമീറ്റർ. അതിനുശേഷം എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക്. അപ്പം ഇവിടെ നിന്ന് അയാൾ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇതാണ് അയാളുടെ റൈറ്റ്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അയാളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇങ്ങോട്ടല്ലേ, വീണ്ടും മുകളിലേക്കാണ്. ലെഫ്റ്റിലേക്ക് അയാൾ 6 കിലോമീറ്റർ നടന്നു എന്ന് പറയുന്നത്. 6 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് 5, ഒരു 6 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ചെറുതായിട്ടൊരു ലൈൻ വരച്ചാൽ മതി. ഒരു 6 കിലോമീറ്റർ നടന്നു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞു? ഫൈനലി ഹീ ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, ഈ പോയിൻ്റ് എത്തിയിട്ട് അയാൾ ഇവിടെയല്ല നിൽക്കുന്നത്. ഇവിടുന്ന് അയാൾക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. അയാൾ എങ്ങോട്ടാണ് തിരിഞ്ഞത്? ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞത്. 5 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ഈ ഒരു 5 ഇവിടെ കംപ്ലീറ്റ് ആയി. 5 കിലോമീറ്റർ. ഇനി എന്താ ചോദിച്ചത്? വേർ ഈസ് ഹീ ഫ്രം ഹോം വെൻ ഹീ സ്റ്റാർട്ട് വാക്കിങ്? അതായത് വീട്ടിൽ നിന്ന് അയാൾ എത്ര ദൂരത്തിലാണ്? യൂഷ്വലി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വീട് ഇതാണ്, ഇയാളിപ്പോൾ എത്തി നിൽക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പോയിൻ്റാണ്. ഈസി അല്ലേ? ഇവിടെ നിന്ന് ഇത്രയും ദൂരം 10. പിന്നെ എത്ര ദൂരത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പോയ ദൂരമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 10 കിലോമീറ്ററും അതിനുശേഷം ഈ ദൂരത്തിൽ 6. അപ്പോൾ
10 + 6 എത്ര വരും? 16 കിലോമീറ്റർ നോർത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. 60 കിലോമീറ്റർ നോർത്ത് വേർഡായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ. കൂട്ടത്തിലെ ഓഡ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഇത്തരം ക്വസ്റ്റ്യനൊക്കെ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ടതോ ക്യൂബായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ബാക്കിയെല്ലാം ക്യൂബാണ്, ഒന്ന് മാത്രം സ്ക്വയറാണ്. അപ്പോൾ നോക്ക്, ഇത് 2 ക്യൂബാണ്. 2 ക്യൂബ്. ഓക്കെ, ഇനി ഇത് ഏതിൻ്റെ ക്യൂബാണ് അറിയോ? ഇത് 6 ക്യൂബാണ്. 6ൻ്റെ സ്ക്വയർ 36 എന്ന് വരും. 36 × 6 6 36 3 6 3 18 3 21. ഇനി ഇത് നമുക്കറിയുന്നതാണ്. ഡി ഏതാ? ഓപ്ഷൻ ഡി ഏതാ? അത് 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ്. ഇനി ഇത് ഏതിൻ്റെങ്കിലും ക്യൂബാണോ? അല്ല, ഇത് 9ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഓഡ് 1 എന്ന് പറയുന്നത് 81. ക്ലിയർ? ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ ചെയ്യാം. ക്ലിയർ?